എടാ എന്താ കളി തുടങ്ങിയില്ലടാ? ഇവിടെ ഹാഫ് ടൈമായി. നിനക്ക് കളിക്ക് നേരത്തെ വന്നൂടെ? നീ എന്ത് സാധനമാണോ? വരണ്ടാ ഓടി. എന്തായി? ഒന്നുമില്ല, വാ കളി. ഡ്രസ്സൊക്കെ റെഡി. ലവന്മാരെ തകർത്ത ഗോളടി കേട്ടാ. ആണോ? നമുക്ക് തകർക്കാന്നേ. നീ ജിമ്മിലൊക്കെ പോയി പറഞ്ഞു. എടാ ഇതാവണല്ലടാ, ഇവിടെ കളിച്ചിട്ടേ ഒരു സുഖമാണല്ലോ. കാരണം എന്താ വെച്ചാൽ വയറൊന്നും അങ്ങനെ കുറയണില്ല. നല്ലോണം ഓടി കളിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും വയറൊന്നും കുറയണില്ല. അപ്പം എന്നാൽ ജിമ്മിൽ പോകാമെന്ന് കരുതി. രാവിലെ വൈകിട്ടും പോകും, 2 നേരം പോകുന്നുണ്ട്. അല്ല, ഞാൻ എന്നെ കഴിഞ്ഞ ദിവസം നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ ഇവിടെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു നീ ഇങ്ങനെ ഇപ്പോൾ ജിമ്മിലാന്ന് പറഞ്ഞു. ജിമ്മിൽ പോകുന്നുണ്ട്. അത് ശരി. അവിടെ അത് നല്ലതാണ്. അവിടെ ജിമ്മിൽ പോകുമ്പോഴേ വേറെ കുഴപ്പമൊന്നുമില്ലോ. വാ പെട്ടെന്ന് റെഡിയാവും. അതെ റെഡിയാണ് ഇപ്പം തന്നെ റെഡി. ഇവിടെ കുഴപ്പമില്ലടാ, നമുക്ക് ഗോളൊക്കെ അടിക്കാന്നേ. നമുക്ക് ഗോളൊക്കെ അടിക്കാം. ആണോ? പിന്നെ എടാ ഒന്ന് വാംപ് ചെയ്യട്ടെ. ചെയ്തോ. ഗോളടിച്ചാൽ മതി. വാംപ് ചെയ്യട്ടെ. നീ ഇത് ഡയറ്റാണോടാ? ഡയറ്റടാ. എങ്ങനെയുണ്ട്? ജിമ്മിൽ പോയിട്ട് കുഴപ്പമൊന്നുമില്ല. മറ്റേ ഭയങ്കരമായിട്ട് ക്രേവിങ് ഉണ്ടാവും പറഞ്ഞു കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ലാന്നേ. ട്രെയിനിങ് ഒക്കെ നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അല്ല, ക്രേവിങ് ഇത് മധുരമൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞല്ലോ എൻ്റെ. അല്ല അത് കുഴപ്പമില്ല. നമുക്ക് നീ ഇപ്പോൾ ഷുഗറൊക്കെ കട്ട് ചെയ്താ? ഷുഗർ കട്ട് ചെയ്തടാ. ഇപ്പോൾ ചായയിൽ മധുരം ഇട്ട് കഴിക്കാറില്ല. എടാ ഇന്നലെ നീ മറ്റേ മണക്കാന്ന് പറഞ്ഞ ലഡു ഒക്കെ വാങ്ങിട്ട് പോകുന്നുണ്ടായിരുന്നല്ലോ. ചായയിൽ മധുരം ഇട്ട് കഴിക്കാറില്ല, പക്ഷെ അത് കഴിയുമ്പോൾ വായിക്ക് വല്ല ടേസ്റ്റും വേണ്ട. അപ്പോൾ ഒരു ലഡു ഒക്കെ കഴിക്കും. അടിപൊളി. അത് നമ്മൾ അങ്ങനെയായിട്ട് കൂട്ടണ്ടെന്നേ, വേറെ കുഴപ്പമില്ലോ. ശരി, നീ എന്തായാലും റെഡിയാവാ കളിക്കാൻ. അപ്പോൾ ഇന്ന് തകർക്കും. പിന്നല്ലാണ്ട് എങ്ങോട്ടാടാ അടിക്കുന്നത്? എടാ പോസ്റ്റിൽ അടിച്ചാ പോട്ടെ. സോറി വിട്. നമുക്ക് നീ 2 ഗോളിനുള്ള ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടാണേ വന്നേക്കണേ. എടാ ഇവിടെ ഇട കാലിലിട്. ഫുട്ബോൾ കളിക്കണ കാലിലടിക്കണം. സാധനം ഒന്ന് ഓടി പിടിച്ചൂടെ? അത് എങ്ങനെ ഓടി എടുക്കാനാണ്? ഇത് കാലിലടിച്ചല്ലേ. പോകുമ്പോൾ എടുത്തുണ്ടോ? എടുക്ക. നിന്റെ ടീമിന്റെ ദയനീയത തന്നെ കേട്ടാ. എടാ കാലിൽ തന്നെ കേട്ടോ. തരാം. നീ തമാശ കളിക്കാതെ. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഗോളിക്കാം. നീ അല്ല, അവന് കളിക്കാൻ ആഗ്രഹമുണ്ട്, അവൻ കയറി കളിക്കണം. മോനെ വാടാ, ഇവൻ ഗോളി നിൽക്കുന്ന. എടാ ഞാൻ ഗോളിക്കാം. ഗോള് വീഴ്ത്തരുത്. സൂപ്പർ ഗോൾ ആയിരിക്കും. തകർക്കാം. വാ. എടാ അവിടെ നോക്ക്. അവിടെ ആളെ പിടിക്ക്. എന്തുവാടാ നീ? എടാ ഇത് ബാക്ക് നോക്കണ്ട, ഇത് ഞാനാണ് പിടിക്കണ്ടേ. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കാൻ പറ്റും? നിന്നെ പിന്നെ എന്ത് കോപ്പിനാ ഗോൾ നിർത്തിയത്? കാര്യം ഇരിക്കുന്നു. ആ ചെക്കൻ നിന്നിരുന്നെങ്കിൽ ഗോളാവൂലായിരുന്നല്ലോ. നീ ഒന്ന് പോയിക്കേ. മര്യാദ കളിക്ക്. നോക്കി കളിക്കണം കേട്ടാ. കളിക്കാം. അവിടെ ഫോർവേഡ് പോയി അടിക്കും. അല്ല അവിടെ സെൻട്രൽ ടച്ച് ചെയ്. ആണോ? കളിക്ക്. ഓക്കേടാ, അടിക്കണം കേട്ടോ. എടാ പന്ത് വരുന്നോ? വന്ന് പിടിച്ചോ. എടാ പന്ത് വരുന്നടാ. ബോൾ വരുന്നടാ. എന്തുവാടാ നീ? എവിടെ നോക്കി നിൽക്കടാ? പോസ്റ്റിലേ നിൽക്കണ്ടേ? ബോൾ എടുക്കാം നമുക്ക് പെട്ടെന്ന്. എന്തുവാടാ? വലയെ കൊടുക്കുന്നുണ്ടല്ലോ. നിനക്കെങ്കിൽ ഇവിടെ ഇരുന്ന സമയം കൊണ്ട് ഇത് ശരിയാക്കിക്കൂടായിരുന്നു. അത് കൊള്ളാം. വാ പോ. സമയം വൈകല്ലേ? ഒത്തിരി സമയം വൈകി. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ. നിനക്ക് മര്യാദയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ നിനക്ക് അത് നോക്കാൻ പാടില്ലായിരുന്നു. പോസ്റ്റിൻ്റെ അടുത്ത് വന്ന് വെച്ചിട്ട് ചണന്ന് പറഞ്ഞ് തിന്നു. എടാ അത് ആ ബാക്ക് നിൽക്കണ ആ ചേട്ടനൊക്കെ നോക്കണ്ടേ? ഓരോ പ്ലെയർ വരുമ്പോൾ അങ്ങനെയാണോ നിൽക്കണ്ടേ? അതൊക്കെ എടുക്കണ്ടേ? പിന്നെ നീ അവിടെ എനിക്ക് ഇട്ട് തന്നത് എന്താ? മര്യാദക്ക് ഞാൻ നല്ല രീതിയിൽ ഗോൾ അടിച്ചാണ്. അത് കാലിലിട്ട് തന്നോടാ, അല്ലാതെ വെറുതെ അങ്ങോട്ടും ഇവിടുന്ന് ഓടിയിട്ടല്ല കാര്യം. കാലിലിട്ട് തരണം, മനസ്സിലായോ? നീ ജിമ്മിൽ പോകുന്നത് തന്നെ കേട്ടോ നല്ലത്. ഏതാ? നീ ജിമ്മിൽ പോകുന്നതാ നല്ലത്. എന്ത് പറ്റി? അല്ല, ഇവിടെ വന്നു വെച്ചിട്ട് നീ ഇവിടെ അനങ്ങാതെ നിൽക്കുകയല്ലായിരുന്നു. എടാ എനിക്കേ ഒന്ന് ഈ ജേഴ്സി ഒന്ന് വരുമോ? ആണോ? എന്ത് പറ്റി? ഇപ്പോൾ ആണോ നിനക്ക്? എനിക്കിപ്പോൾ വേണം ഇവിടെ പോകുന്നതാണോ? ഇതൊരു എവിടെയെങ്കിലും ടൂർണമെൻ്റ് ഉണ്ടോ? ടൂർണമെൻ്റ് ഇല്ലടാ, പോകുന്ന വഴിക്കൊരു കല്യാണമുണ്ട്, അതിന് പങ്കെടുക്കാനാണ്. എൻ്റെത് മൊത്തം വിയർത്ത് കുളമായി. നിൻ്റെ താകുമ്പോൾ പിന്നെ ഒരു പൊടി പോലും പറ്റിയിട്ടില്ലല്ലോ.
പിന്നെ എടാ എനിക്ക് ആ വണ്ടിയും കൂടെ വേണേ. വണ്ടി എടുത്തോടാ, വണ്ടി എടുത്തോ, കുഴപ്പമില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നീ നല്ല മനസ്സുള്ളവനാടാ. ഇങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യം.